കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ എങ്ങോട്ടും ചായും. അങ്ങനെ ചാഞ്ഞതാണ് തൃശ്ശൂരിൻ്റെ ചരിത്രം. തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നണിക്കും ഒരു കാലത്തും ഒരു ഉറപ്പ് നൽകിയിട്ടില്ല ഈ മണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ: ഒല്ലൂർ, തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, പുതുക്കാട്, നാട്ടിക ഇവ ചേർന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. കേരളപ്പിറവിക്ക് ശേഷം നടന്ന 15 തെരഞ്ഞെടുപ്പുകളിൽ 10ലും ഇടതിനൊപ്പം നിന്നു തൃശ്ശൂർ. CPI പ്രതിനിധി കെ കൃഷ്ണൻ ഐക്യകേരളപ്പിറവിക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൻ്റെ കന്നി MP-ആയി. 1962 കൃഷ്ണവാര്യരും 67ലും 71ലും C ജനാർദ്ദനനും 77ലും 80ലും KA രാജനും CPI പ്രതിനിധികളായി തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലെത്തി. 1984 ആദ്യമായി ഒരു കോൺഗ്രസുകാരൻ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്നും വണ്ടി കയറിയത്. കോൺഗ്രസ് നേതാവ് PA ആന്റണി. CPIക്ക് വേണ്ടി കളത്തിലിറങ്ങിയ VV രാഘവനെ പരാജയപ്പെടുത്തിയാണ് PA ആന്റണി മണ്ഡലത്തെ ആദ്യമായി കോൺഗ്രസിനൊപ്പം ചേർത്തത്. 1984ലും 89ലും PA ആന്റണിയിലൂടെ കോൺഗ്രസ് തൃശ്ശൂർ നിലനിർത്തി. 1991 PC ചാക്കോ UDF സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ അംഗത്തിനെത്തി. CPIയിലെ KP രാജേന്ദ്രനായിരുന്നു ഇടത് ചേരിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. തൃശ്ശൂർ ചാക്കോയിലൂടെ വീണ്ടും കോൺഗ്രസിനൊപ്പം. 1996 പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളിലൊന്ന് തൃശ്ശൂരായിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃനിരയിൽ ശക്തനായ മുൻ മുഖ്യമന്ത്രി K കരുണാകരനാണ് അന്ന് സ്വന്തം രാഷ്ട്രീയ തട്ടകത്തിൽ അടിതെറ്റിയത്. CPI സ്ഥാനാർത്ഥിയായിരുന്ന VV രാഘവൻ അന്ന് K കരുണാകരനെ തോൽപ്പിച്ചത് 1480 വോട്ടുകൾക്കാണ്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ K കരുണാകരൻ മണ്ഡലം മാറി. പകരമെത്തിയത് മകൻ K മുരളീധരൻ. അച്ഛനെ പരാജയപ്പെടുത്തിയ VV രാഘവന് മുന്നിൽ അടിതെറ്റാൻ തന്നെയായിരുന്നു K മുരളീധരനും നിയോഗം. K കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപകാലത്താണ് തൃശ്ശൂരിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തത്. അന്ന് മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായൊക്കെ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ നിറഞ്ഞു നിന്ന കരുണാകരൻ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ശ്രീ VV രാഘവനെ ഒരു ശക്തനായ രാഷ്ട്രീയ എതിരാളിയായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ ആ ഒരു കാണാതെ പോയ വസ്തുതയാണ് ആ പരാജയത്തിന് മുഖ്യ കാരണം. കാരണം കരുണാകരനെ പോലെ പ്രഗത്ഭനായ ഒരാളെ CPIയുടെ സമുന്നത നേതാവാണ് ശ്രീ VV രാഘവൻ. എന്നാലും K കരുണാകരനുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രഭയിൽ അദ്ദേഹം പിന്നിലാണെന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം സ്വാഭാവികമായും നമ്മുടെ ജനങ്ങളുടെ ഒരു മനസ്ഥിതിയുണ്ട് ദുർബലനോടൊപ്പം നിൽക്കുക എന്നത്. അങ്ങനെയാണ് ശ്രീ VV രാഘവനോടൊപ്പം ജനമനസ്സുണ്ടായത്. പിന്നെ K മുരളീധരൻ വന്നപ്പോഴും കാരണം ഇത് തന്നെയായിരുന്നു അവസ്ഥ. കാരണം K മുരളീധരൻ K കരുണാകരൻ്റെ മകനാണ്, തോൽപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിൽ ചിലർ രംഗത്ത് വന്നു. നിർഭാഗ്യവശാൽ അന്ന് ചില കഥകളും മെനഞ്ഞെടുത്തു. ആ കഥകളൊന്നും ഒരു കാലത്തും ഒരു തെരഞ്ഞെടുപ്പിനും ഒരു സ്ഥാനാർത്ഥിക്കുമെതിരെ പ്രചരിപ്പിക്കാൻ പറ്റാത്ത കഥകളാണ് അന്ന് ശ്രീ K മുരളീധരനെതിരെ ചിലർ മെനഞ്ഞെടുത്തത്. അതൊന്നും നല്ല രാഷ്ട്രീയമായിട്ട് അന്നും കണക്കാക്കിയിരുന്നില്ല. ഇന്ന് പിന്നെ ഈ മാധ്യമ ലോകം വളർന്നതുകൊണ്ട് അത്തരം കഥകൾക്ക് ഇന്ന് പ്രസക്തിയില്ല. കാരണം ഊഹാപോഹങ്ങളിൽ ജനം വിശ്വസിക്കില്ല. 1999 AC ജോസിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസിന് പുതുജീവൻ വന്നു തൃശ്ശൂരിൽ. പക്ഷേ 2004 തൃശ്ശൂർ വീണ്ടും ഇടത്തോട്ട് ചാഞ്ഞു. CPI നേതാവ് CK ചന്ദ്രപ്പനൊപ്പമായിരുന്നു തൃശ്ശൂർ. സിറ്റിംഗ് MP AC ജോസിനെ കൈവിട്ടാണ് അന്ന് തൃശ്ശൂർ ചന്ദ്രപ്പനൊപ്പം നിന്നത്. 2009 പതിവ് ചാഞ്ചാട്ടം വീണ്ടും തൃശ്ശൂർ പ്രകടിപ്പിച്ചു. PC ചാക്കോ വീണ്ടും അംഗത്തിനെത്തിയ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്നു മണ്ഡലം. ഇന്നത്തെ പാർലമെന്റ് അംഗം CN ജയദേവനെയാണ് അന്ന് PC ചാക്കോ പരാജയപ്പെടുത്തിയത്. ഭൂരിപക്ഷം 25,151 വോട്ടിൻ്റേത്. സിറ്റിംഗ് MP മണ്ഡലം മാറാൻ ആഗ്രഹിക്കുന്ന അപൂർവവും അസാധാരണവുമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കണ്ടത്. പാർട്ടിക്കുള്ളിൽ നിന്നും തൃശ്ശൂർ അതിരൂപതയുടെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് PC ചാക്കോ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഒടുവിൽ PC ചാക്കോയുടെ ആവശ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങി. അങ്ങനെ
ചാലക്കുടിയുടെ സിറ്റിംഗ് MP KP ധനപാലൻ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. ഫലം വന്നപ്പോൾ രണ്ടിലും പൊട്ടി കോൺഗ്രസ്. സ്ഥാനാർത്ഥി മാറ്റമുണ്ടാക്കിയ അസ്വസ്ഥതകൾ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ വലച്ചു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഓടി നടന്നപ്പോഴേക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി CN ജയദേവൻ പ്രചരണ രംഗത്ത് ഏറെ മുന്നേറി കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും കഴിഞ്ഞകാല അനുഭവവും വെച്ചിട്ട് ഒരു കോൺഗ്രസ് MP സിറ്റിംഗ് സീറ്റ് വിട്ടുമാറാൻ സാധാരണഗതിയിൽ തയ്യാറാവാറില്ല. നിർബന്ധമുണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങാറില്ല. പക്ഷേ തികച്ചും അസാധാരണമായ ഒരു അനുഭവത്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച PC ചാക്കോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുകയും AICCയിലെ അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനം ഉപയോഗിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും അവിടെ നിന്ന് ധനപാലനെ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ധനപാലൻ ചാലക്കുടി MP ആയിരുന്ന ധനപാലൻ തൃശ്ശൂരിലേക്കും PC ചാക്കോ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കും പോയി. ഒടുവിൽ കോൺഗ്രസിന് അതൊരു ഇരട്ട ആഘാതമായിട്ട് ഇരട്ട നഷ്ടമായിട്ട് സംഭവിച്ചു. രണ്ട് മണ്ഡലവും കൈമോശം വന്ന ഒരനുഭവമാണ് ഉണ്ടായി. പക്ഷെ സത്യത്തിൽ എന്തുകൊണ്ട് PC ചാക്കോ തൃശ്ശൂർ മണ്ഡലം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ വിമുഖത കാണിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതിന് പല കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് PC ചാക്കോ മണ്ഡലത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല, അല്ലെങ്കിൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായി. ഒപ്പം തന്നെ തൃശ്ശൂരിലെ പ്രമുഖ പാർട്ടിയുടെ DCC മൊത്തത്തിൽ അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്ന അല്ലെങ്കിൽ DCCയുടെ നേതൃത്വം വഹിച്ചിരുന്ന CN ബാലകൃഷ്ണൻ അടക്കമുള്ള വിഭാഗം PC ചാക്കോയ്ക്കെതിരെ പരസ്യമായിട്ടുള്ള ഒരു പരസ്യമായും രഹസ്യമായും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുകയും അത് PC ചാക്കോ മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് PC ചാക്കോ തൃശ്ശൂരിൽ നിൽക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാകുകയും അദ്ദേഹം ചാലക്കുടിയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. PC ചാക്കോയും തൃശ്ശൂർ അതിരൂപതയും തമ്മിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എവിടെയൊക്കെയോ ചില തകരാറുകൾ സംഭവിച്ചു എന്നായിരുന്നു അക്കാലത്ത് പരസ്യമായൊരു രഹസ്യം. അതിരൂപതയുടെ പിന്തുണ ശ്രീ ചാക്കോയ്ക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതാണ് പ്രധാനമായും അദ്ദേഹം തൃശ്ശൂർ വിട്ട് ചാലക്കുടിയിലേക്ക് പോകാനിടയായത് എന്നെനിക്ക് തോന്നുന്നു. CPIയിലെ CN ജയദേവൻ 38,227 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. CN ജയദേവന് 3,89,209 വോട്ടുകൾ ലഭിച്ചപ്പോൾ KP ധനപാലന് 3,50,982 വോട്ടുകളാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി KP ശ്രീശന് ലഭിച്ചത് 1,02,681 വോട്ടാണ്. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാറ ജോസഫ് 44,638 വോട്ടുകൾ നേടിയപ്പോൾ SDP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KP സുഫീറ 6,894 വോട്ടുകളോടെ 5ാം സ്ഥാനത്തെത്തി. 10,050 വോട്ടുകൾ നേടിയാണ് നോട്ട ആ തെരഞ്ഞെടുപ്പിൽ അതൃപ്തി അറിയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തി ആശ്വാസം കണ്ട കോൺഗ്രസിന് കനത്ത പ്രഹരമേൽപ്പിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലത്തിലും ഇടതുമുന്നണിക്ക് തിളക്കമാർന്ന ജയം. കാൽനൂറ്റാണ്ടുകാലം കോൺഗ്രസ് തുടർച്ചയായി കൈവശം വെച്ച തൃശൂർ നിയമസഭാ മണ്ഡലം പോലും കയ്യിൽ നിന്ന് ചോർന്നുപോയി കോൺഗ്രസിന്. കോൺഗ്രസ് ഏത് രീതിയിലാണ് ആ പത്മജിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പഠിച്ചത് എന്നുള്ളത് അത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യമായതുകൊണ്ട് അത് അറിയണമെന്നില്ല. പക്ഷേ ബാഹ്യമായി നിന്ന് ചില നിരീക്ഷണം നടത്തുമ്പോൾ ലഭിക്കുന്നത് തേറമ്പിൽ രാമകൃഷ്ണന് കിട്ടേണ്ട വ്യക്തിപരമായ ഘടകം മാറിപ്പോയി എന്നുള്ളതാണ്. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്നില്ല. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന വോട്ടാണ്. കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ 2 കക്ഷികളേ ഉള്ളൂ. ഒന്ന് UPAയും ഒന്ന് NDAയും, BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള 2 മുന്നണികൾ. ഇടതുമുന്നണിയിൽ CPI തന്നെ തൃശ്ശൂരിൽ ഇത്തവണയും മത്സരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് തന്നെ പാർട്ടിയുടെ മാനം കാത്ത MP-യാണ് CN ജയദേവൻ. സിറ്റിംഗ് MP CN ജയദേവന്റെ പേര് ഇത്തവണയും CPIയുടെ സജീവ പരിഗണനയിലുണ്ട്. മുൻമന്ത്രി KP രാജേന്ദ്രൻ, രാജാജി മാത്യു തോമസ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും CPIയുടെ പരിഗണനാ പട്ടികയിൽ ബാക്കിയുള്ളത്. പാർട്ടി ഒരവസരം കൂടി തന്നാൽ മത്സരത്തിന് തയ്യാറെന്ന് CN ജയദേവൻ പറയുന്നു. ഞാൻ 5 പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് 2 തവണ മത്സരിച്ചു, അസംബ്ലിയിലേക്ക് 2 തവണ മത്സരിച്ചു, ജില്ലാ കൗൺസിൽ എന്ന സംവിധാനം 90-ൽ വന്നപ്പോൾ അതിലും മത്സരിച്ചു. ഈ 5 തെരഞ്ഞെടുപ്പിലും
എന്നെ പാർട്ടി തീരുമാനിച്ചതാണ്. അതായത് ഞാൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയില്ല, ആരെ പുറകെയും പോയിട്ടില്ല. പാർട്ടി തീരുമാനിച്ച് താനവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രഥമഘട്ടത്തിലൊക്കെ എതിർപ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായത് എന്നാണ് എൻ്റെ ധാരണ. ഈ തിരഞ്ഞെടുപ്പിലും പാർട്ടി പറയാണ് താനാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കാൻ തയ്യാറാണ്, അത്രയേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ചില പോരായ്മകൾ വന്നു ചേരുന്നുണ്ട്. ഇപ്പം ഇന്നലെ കാസർഗോഡ് ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ചില തെമ്മാടികളുടെ പ്രവർത്തനമായിരിക്കാം അത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അത് ആവർത്തിക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ലെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷേ എങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്യാവുന്ന വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായിട്ടുള്ള അടുത്ത സമ്പർക്കവും, കഴിഞ്ഞ പ്രകൃതി ദുരന്തം വെള്ളപ്പൊക്കത്തിനെ നേരിടാൻ കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനകത്തെ പാർട്ടികളും കാണിച്ച മനസ്സാന്നിധ്യവും ഒക്കെ ജനങ്ങളുടെ അംഗീകാരമായി ലഭിക്കും എന്ന് ഞാൻ കരുതാണ്. കോൺഗ്രസ് ക്യാമ്പിൽ തൃശൂർ മോഹികൾ 1 ഡസനിലധികമുണ്ടെന്നാണ് അണിയറ സംസാരം. സംസ്ഥാന ദേശീയ നേതാക്കളായ 1/2 ഡസൻ നേതാക്കൾ അണിയറയിൽ സീറ്റിന് കരുനീക്കുന്നു. PC ചാക്കോ, VM സുധീരൻ, ടോം വടക്കൻ, ബെന്നി ബെഹന്നാൻ, TN പ്രതാപൻ, ഡീൻ കുര്യാക്കോസ്, തേറമ്പിൽ രാമകൃഷ്ണൻ, ഇങ്ങനെ പോകുന്നു ഉയരുന്ന പേരുകൾ. എല്ലാം പതിവ് പോലെ ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിടുകയാണ് കോൺഗ്രസ്. DCC തലത്തിലോ KPCC തലത്തിലോ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. ചർച്ചകൾ ഇന്നലെയാണ് UDFൻ്റെ ചർച്ച ആരംഭിക്കേണ്ടിയിരുന്നത്, അത് നടന്നില്ല. KPCCയുടെ 25-ാം തീയതിക്ക് മുൻപ് കൊടുക്കണമെന്ന് പറയുന്നു. സ്വാഭാവികമായും 28-ാം തീയതിയാണ് KPC പ്രസിഡന്റ് ജാഥ അവസാനിക്കുന്നത്. ആ ദിവസങ്ങൾക്കുള്ളിലായി മാത്രമാണ് ചർച്ച വരുന്നത് എന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് BJP പ്രതീക്ഷ വയ്ക്കുന്ന ചുരുക്കം മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,02,2681 വോട്ടാണ് തൃശൂർ മണ്ഡലത്തിൽ കിട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം 2,05,565 വോട്ടുണ്ട് ലോക്സഭാ മണ്ഡലത്തിലാകെ. 2014 നിന്ന് 2016 വോട്ട് ഇരട്ടിയിലധികമാക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇതുതന്നെയാണ് BJPയുടെ തൃശൂർ പ്രതീക്ഷയുടെ കാതൽ. മണ്ഡലം മോഹിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായി തൃശൂരിൽ സജീവമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ K. സുരേന്ദ്രനും AN രാധാകൃഷ്ണനും. ഇവരുടെ മോഹങ്ങളെ മോഹഭംഗമാക്കി മാറ്റുമോ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം? ശക്തിദുർഗമെന്ന് പാർട്ടി അവകാശപ്പെടുന്ന സീറ്റിൽ മുന്നണി മര്യാദയുടെ പേരിൽ BDJS സ്ഥാനാർത്ഥിയെ തോളേറ്റേണ്ടി വരുമോ പ്രവർത്തകർക്ക്? ഉത്തരങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യങ്ങളും ആശങ്കയുടെ കരിനിഴലും ഏറെയാണ് BJP ക്യാമ്പിൽ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ അതിൻ്റെ മുകൾ ഘടകം തെരഞ്ഞെടുപ്പ് സമിതി ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അത് അംഗീകരിക്കുക എന്നതാണ് പതിവ്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ഉറച്ച ആത്മവിശ്വാസമുണ്ട്. തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജയിക്കാവുന്ന മണ്ഡലം പിടിക്കാവുന്ന സ്ഥാനാർത്ഥി രംഗത്ത് വരും. ഇത് നല്ലൊരു സൂചനയാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് ഇരട്ടി വർധനവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചാട്ടം കൂടി ചാടിയാൽ തൃശ്ശൂർ പാർലമെൻറ്റ് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും. വരാൻ പോകുന്ന 2021 കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ജില്ലയായി തൃശ്ശൂർ ജില്ല മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നായർ, ക്രിസ്ത്യൻ, ഈഴവ വിഭാഗങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ. സമുദായ സംഘടനകളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള ശ്രമമാണ് മുന്നണികൾ ആദ്യമേ നടത്തുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധിയെ ചൊല്ലി സമരം സജീവമായി നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിച്ച സുപ്രീം കോടതി വിധിയുടെ തുടർച്ചയായുണ്ടായ സംഭവങ്ങൾ ആർക്ക് ഗുണമാകുമെന്ന ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട്, പുറമേ പറയുന്നില്ലെങ്കിൽ പോലും. ശബരിമലയിൽ നിലപാട് ആചാരലംഘനം നടത്തുന്നതിന് എതിരായിട്ടാണ് BJPയും സംഘപരിവാറും നിലപാടെടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അത് യാതൊരു സംശയവും വേണ്ട. തൃശ്ശൂരിൽ അത് CPM നടത്തിയിട്ടുള്ള ആ ഇതിനെതിരായിട്ട് BJP നടത്തിയിട്ടുള്ള പോരാട്ടം ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് BJPക്ക് അത് എന്തായാലും ഗുണം ചെയ്യും. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. കേരളത്തിൽ വ്യാപകമായി ഒരു ഭരണകൂടം ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പോയിട്ടുള്ള സമരമാണ് ശബരിമല സമരം. അതുകൊണ്ട് ആ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ കനത്ത വില CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നൽകേണ്ടി വരും. ശബരിമല കർമ്മസമിതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിലേക്ക് ഇവർ കടന്നു ചെന്ന് വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ശബരിമല സന്നിധാനത്തുൾപ്പെടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ലംഘിച്ചുകൊണ്ട്, അനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ തെരുവുകളിൽ അവരുണ്ടാക്കിയ കലാപം അത് കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല ഒരു കാരണവശാലും. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു ശൈലിയിലേക്ക് അതിൻ്റെ പ്രകടനങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ കാവിക്കൊടി കെട്ടി, കൊടികളേന്തി, വടികൾ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടമായി ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിയതിന് സമാനമായ രീതിയിലാണ് ഈ പറയുന്ന സംഘങ്ങൾ, BJPയും RSSും സംഘപരിവാർ ശക്തികളൊക്കെ കൂടി കേരളത്തിൻ്റെ മണ്ണിൽ ആ തെരുവുകളിൽ നിറഞ്ഞാടിയത്. അത് കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ, വിശ്വാസികൾ ശബരിമലയിലേക്കാണ് ചെന്നത്, അവർ തെരുവിലേക്കല്ല. കർമ്മസമിതി നടത്തുന്നത് സ്വാഭാവികമായും അവരുടെ ആശങ്കയെക്കുറിച്ചുള്ള കാര്യത്തിൽ അവർ നടത്തി. പക്ഷേ അതിലേക്ക് കടന്നു കയറി അവർ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്ത് ഇടതുപക്ഷവും ഈ വിധി തിരക്കിട്ട് നടത്തി അവിശ്വാസികളായവരെ മതത്തിനൊക്കെ അതീതമായി CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു പ്രചരണമായുള്ള രീതിയിൽ കണക്കാക്കിക്കൊണ്ട് അവിടെ തിരക്കിട്ട ഒരു ഇടപെടൽ നടത്തിയതിലൂടെ കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സിൽ മുറിവുണ്ടായി. ശബരിമല പ്രശ്നത്തിൽ ഞാൻ കരുതുന്നത് ആദ്യം വലിയ നെഗറ്റീവായിരിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 2 വട്ടം ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു വോട്ട് പോലും വർദ്ധിക്കുന്നില്ല. ഒരു സ്ഥലത്തും പന്തളത്ത് പോലും നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് അത്തരമൊരു ഭയപ്പാടൊന്നും ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. പ്രഥമഘട്ടത്തിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനും കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെയാണ്, കുറച്ച് കോൺഗ്രസ് വോട്ടുകൾ, ഹിന്ദു വോട്ട്സ് BJPക്ക് പോകുമെന്നാണ്. പക്ഷെ ഇപ്പോൾ നടന്ന ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണിക്കുന്നത് BJP വോട്ടുകൾ കുറയുന്നു, ആ വോട്ടുകൾ കൂടുതലും പിടിച്ചത് UDF ആണ്. അപ്പോൾ UDFന് ക്ഷീണമല്ല അക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. UDFും LDFും ഏതാണ്ട് നിലനിൽക്കുന്ന തുല്യശക്തികളായിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശബരിമലയിൽ പ്രക്ഷോഭം തൽക്കാലത്തേക്ക് അടങ്ങിയെങ്കിലും തൃശൂരിൽ അതിൻ്റെ തുടർചലനങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇടതുമുന്നണിക്ക് നവോത്ഥാന സദസ്സെങ്കിൽ BJPക്ക് ശബരിമല കർമ്മസമിതിയുടെ പരിപാടികൾ. കോൺഗ്രസ് ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് ആചാര സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ശബരിമലയിൽ നിന്ന് പരമാവധി ഊർജം സംഭരിക്കുകയാണ് തൃശൂരിൽ മുന്നണികൾ. വികസനത്തിന്റെ നാളുകളെന്ന് ഇടതുമുന്നണി, മുരടിപ്പ് മാത്രമെന്ന് UDF, നടപ്പായത് കേന്ദ്ര പദ്ധതികളെന്ന് BJP. ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറെയാണ് മുന്നണികളുടെ ആവനാഴികളിൽ. കോൾ കർഷകരുടെ പ്രശ്നങ്ങൾ, ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായ കുതിരാൻ, റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമില്ലായ്മ, അങ്ങനെ ചെറുതും വലുതുമായ പ്രചരണ വിഷയങ്ങൾ ഏറെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ. തൃശ്ശൂരിലെ എല്ലാ മേഖലയും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. വ്യാവസായിക മേഖലയിൽ ഇവിടെ ഓട് വ്യവസായമാണ് തൃശ്ശൂർ ജില്ലയിലെ മെയിൻ വ്യവസായം. അതിൽ എല്ലാ മേഖലയിലും ഓട്ട് വ്യവസായം നശിച്ച് എല്ലാ മേഖലയും അവസാനിച്ചു. ഇനി വേണ്ട തൊട്ട് തേക്കുംകാടിൻ്റെ സൗന്ദര്യവൽക്കരണം അന്ന് സൂചിപ്പിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞത്? ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ഏതെങ്കിലും മേഖലയിൽ വിനിയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ പൊതുവേ പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല അവരുടെ തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം ഈ MP തൃശ്ശൂരിന് കിട്ടാത്ത MP ആണെന്നുള്ള അഭിപ്രായം. നമുക്ക് ഒല്ലൂരിൽ പാക്കിംഗ് കേസ് ഉണ്ട്, ചൊവ്വൂർ മേഖലയിലെ അതുപോലെ തന്നെ ഫർണിച്ചർ ഇതുണ്ട്, ചിറ്റിശ്ശേരി, തലോര്, പാലിയേക്കര, ആമ്പല്ലൂർ മേഖലകളിലെ ടൈൽ ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വൈരക്കല്ലുമായി ബന്ധപ്പെട്ട നിർമ്മാണം, ഇതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്നെങ്കിൽ ഒരു പുനരുദ്ധാരണ പദ്ധതിയിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഇത് അവസാനിക്കുന്നതോടൊപ്പം അതിലേക്ക് കടന്നില്ലെങ്കിൽ പോലും പുതിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാനുള്ള ഒരു സംരംഭം കൊണ്ടുവന്നില്ല. MP പരാജയമാണെന്ന ആരോപണത്തെ രാഷ്ട്രീയമായി മാത്രമേ കാണുന്നുള്ളൂവെന്ന് CN ജയദേവൻ പറയുന്നു. മണ്ഡലത്തിൽ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ പണി പൂർത്തിയാക്കാനാവാത്തതാണ് ഏക നിരാശയെന്നും MP പറയുന്നു. 2 തുരങ്കങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി, ഫ്ലൈ ഓവറുകൾ പണിതു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അപൂർവമായി 1-2 സ്ഥലങ്ങളിലെ അണ്ടർപാത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിലെ വർക്ക് പൂർത്തിയായിട്ടില്ല. മാത്രമല്ല കോൺട്രാക്ടിങ് കമ്പനി ഇപ്പോൾ പൂർണ്ണമായിട്ടും വർക്ക് വിട്ടുപോയിരിക്കുകയാണ്. അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ കോൺട്രാക്ട് റദ്ദ് ചെയ്ത് മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയോ ചെയ്യേണ്ട ബാധ്യത ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്.
പ്രളയത്തിൽ വലിയ നാശമുണ്ടായ ജില്ലകളിലൊന്നാണ് തൃശൂർ. പ്രളയം പ്രകൃതിയുടെ വികൃതിയാണെന്നും മനുഷ്യന്റെ സൃഷ്ടിയാണെന്നുമൊക്കെയുള്ള നിരവധി വാദങ്ങൾ ഉയരുന്നുണ്ട്. പ്രളയത്തിൽ സർവസ്വവും കുതിർന്നുപോയ ആയിരങ്ങളുടെ മുഖത്തു നിന്നും കണ്ണീരിൻ്റെ നനവ് ഇതുവരെ മാറിയിട്ടില്ല. ആയിരങ്ങളാണ് ഇതുവരെ പഴയ ജീവിത മാർഗത്തിലേക്ക് മടങ്ങാനാവാതെ ആശങ്കയിൽ നിൽക്കുന്നത്. പ്രളയനാളുകളിലെ സർക്കാർ ഇടപെടലിനൊപ്പം MP-യുടെ സാന്നിധ്യവും ചർച്ചയാണ് തൃശ്ശൂരിൽ. അവസാനമായി ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറയും പ്രളയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. ഉദാഹരണത്തിന് നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നത് ആ കുതിരാനിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ നമുക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പ്രളയ കാലഘട്ടത്തിൽ നമ്മൾ ആശ്രയിച്ചത് കർണാടകയെയും ആന്ധ്രയെയും തമിഴ്നാടിനെയും ഒക്കെയാണ്. അവർ കൊണ്ടുവരുന്നതിന് തടസ്സം നേരിട്ടത് കുതിരാനിലെ മലയിടിച്ചിലാണ്. ആ ഒരു വിഷയത്തിൽ അതെങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ലോകസഭയിൽ ഉന്നയിക്കാമായിരുന്നു. ഈ പിന്നെ NH-ൻ്റെ പണി വൈകുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ തുരങ്കവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലും ഒരു പരാമർശം ശ്രീ ജയദേവൻ MP നടത്തിയിട്ടില്ല. പ്രളയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPM കേരളത്തിന് നൽകിയിട്ടുള്ള സമ്മാനമാണ് പ്രളയം. കാരണം യാതൊരു തത്വദീക്ഷയുമില്ലാത്ത നിലപാടില്ലാത്ത സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് പ്രളയം കൊണ്ടുണ്ടായത്. അതിനുശേഷം എല്ലാ സ്ഥലത്തും ആനുകൂല്യം പ്രഖ്യാപിച്ചതല്ലാതെ കേന്ദ്ര സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചതടക്കം 10,000 രൂപ മുഴുവൻ ആളുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ ആളുകൾക്ക് അത് മുഴുവനായി നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ക CPM-ൻ്റെ പാർട്ടി ഫണ്ട് കൊടുക്കുന്ന പോലെയാണ് പല മേഖലയിലും ഇത് നടപ്പാക്കിയിട്ടുള്ളത്. എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയുണ്ട് MP-ക്ക്. ജഗബോഗ കാണിക്കുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം. ഞാനെപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ആളാണ്. വളരെ സൈലൻ്റായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. പത്രത്തിലും ചിത്രത്തിലുമല്ല പ്രാധാന്യം, മറിച്ച് നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തൃശ്ശൂരിൻ്റെ കാർഷിക മേഖലയ്ക്ക് പ്രളയം കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. മണ്ണിൻ്റെ സ്വഭാവം മാറി. തുടർകൃഷി അനിശ്ചിതത്വത്തിലായി. പ്രളയത്തിന് പിന്നാലെ വന്ന കൊടും വരൾച്ച കർഷകർക്ക് ഇരുട്ടടിയായി. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി കരിഞ്ഞുണങ്ങി. വിട്ടൊഴിയാത്ത ദുരിതങ്ങൾക്ക് ആരെങ്കിലും കണക്ക് പറയേണ്ടി വരും. അത് ആരെന്ന് തൃശ്ശൂർ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രം. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ച ഒരു അസംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ അസംതൃപ്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരിക ഭരണത്തിലിരിക്കുന്ന പാർട്ടി തന്നെയാണ്. അപ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരമായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിനെതിരായ ഒരു വികാരമായിട്ട് പ്രവർത്തിക്കുക. മാത്രമല്ല MP എന്നുള്ള നിലയിൽ CN ജയദേവൻ വേണ്ട രീതിയിൽ ഈ പ്രളയ കെടുതികൾ ഉണ്ടായ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണവും വ്യാപകമായിട്ടുണ്ട്. 2014 12,75,288 വോട്ടർമാരായിരുന്നു മണ്ഡലത്തിലുണ്ടായിരുന്നത്. 2019 നിൽക്കുമ്പോൾ ഇത് 12,93,744 നിൽക്കുന്നു. 18,000-ലധികം പുതിയ വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഇത് 25,000 വോട്ടർമാരിലെത്താനുള്ള സാധ്യത ഏറെയാണ്. വോട്ടർമാരിൽ കൂടുതൽ സ്ത്രീകളാണ്. 6,71,984 പേർ. പുരുഷ വോട്ടർമാർ 6,21,748 പേരാണുള്ളത്. ഭിന്നലിംഗക്കാരായി ഇതുവരെ പട്ടികയിൽ പേര് ചേർത്തത് 12 പേർ. കന്നി വോട്ടർമാർ എങ്ങോട്ട് ചായുമെന്നത് നിർണായകമാണ് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുന്നണികൾ. സാമൂഹ്യ മാധ്യമങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയും യുവ വോട്ടർമാരെ ലക്ഷ്യം വെച്ചും വിവിധ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുന്നണികൾ. ആരോടും മമതയില്ല, ആരോടും പ്രീണനവും. സ്ഥായിയായ ഇഷ്ടാനിഷ്ടങ്ങൾ തീരെയില്ല. ചരിത്രത്തിലൂടെ മുന്നണികളെ തൃശ്ശൂർ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ഏറെ ഉയർത്തുമ്പോഴും ആശങ്കയുണ്ട് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ മുന്നണികൾക്ക്.